അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 16 verse. അതിൻ്റെ ഹല്ലേലൂയ 16-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ആമേൻ. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി, അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് ആമേൻ ഈ വേദഭാഗം വായിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് തന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനോട് നാമത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. അശുദ്ധ ആത്മാക്കളെ പുറത്താക്കുന്ന അല്ലെങ്കിൽ ദുരാത്മാക്കളെ പുറത്താക്കുന്ന ഒരു കാര്യം ആമേൻ 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് അവിടെ വായിക്കാനിടയായി തീർന്നു. എന്നാൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ, 20-ാമത്തെ വാക്യത്തോട്ട് വായിക്കുമ്പോൾ, അധിപതികളുടെ മുൻപിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, പൗലോസും ശീലാസും ആ ദേശത്ത് ചെല്ലുന്നതിന് മുന്നമേ തന്നെ ആമേൻ, നിങ്ങളതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ തുയത്തര പട്ടണക്കാരുത്തിയായി രക്താംബരം വിൽക്കുന്ന ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാനും കഴിയും. ആമേൻ. സ്തോത്രം. അവരുടെ ഹൃദയത്തെയാണ് കർത്താവ് ഓൾറെഡി ഓപ്പൺ ആക്കിയത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ആമേൻ അവരുടെ ഹൃദയത്തിനകത്തിൽ വ്യാപരിക്കപ്പെട്ടപ്പോൾ ആമേൻ ആ സ്ഥലത്തേക്കൊരു ഒരു എൻട്രി കിട്ടി. അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകുവാനുള്ള വഴി അവിടെ തുറക്കപ്പെടുകയാണ്. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ഒരു വേദഭാഗം എടുക്കുവാനായിട്ട് ആഗ്രഹിച്ചതിൻ്റെ മുഖ്യ കാരണമെന്ന് പറയുന്നത്, ആമേൻ, നാം എല്ലാവരും പാർക്കുന്നത് ആമേൻ സ്തോത്രം ഒത്തിരി പ്രതികൂലങ്ങളും ഒത്തിരി പ്രതിസന്ധികളുമൊക്കെ നിറഞ്ഞ ദേശത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ലൈഫിനകത്തിൽ നമ്മൾ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ അതിൻ്റെ മറുപടി കിട്ടാതെ നമ്മൾ വലുതായിട്ട് ഭാരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. നാം തന്നെ കർത്താവിനോട് പല സമയങ്ങളിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആമേൻ, എന്താ കർത്താവേ ആമേൻ ഇതിനകത്തിലൊരു മറുപടി കിട്ടാത്ത? ഞാൻ ഇത്രയും നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. എനിക്കൊരു മറുപടി കിട്ടുന്നില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് അറിയിപ്പിക്കുന്നത് ഈ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം, നിങ്ങൾ മ്യൂട്ട് ഓപ്പൺ ചെയ്യരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നാം നിൽക്കുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥനയിലും യാചനയിലും നാം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ദൂത് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലും യാചനയിലുമാണ് ദൈവം നമ്മുടെ മുൻപിൽ മറുപടി തരുന്നത്. ഈ പ്രഭാത സമയത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് സംഭവിക്കപ്പെടണം. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? സ്തോത്രം, പ്രാർത്ഥിക്കണം. ഈ അഭിഷിക്തന്മാർ ആ ദേശത്തേക്ക് കാൽ വെച്ച സമയത്ത് തന്നെ അവിടെ അത്ഭുതമാണ് സംഭവിച്ചത്. നിങ്ങൾ അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞുകൊണ്ട് സ്തോത്രം, യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തി ഒരു ബാല്യക്കാര്യത്തെ ഞങ്ങൾക്കെതിരേറ്റു. അപ്പം ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, സ്തോത്രം, അപ്പം അവരവിടെയും ആ ദേശത്ത് ചെന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത്, നമ്മളൊരു സൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാനൊരു സൂമിനകത്ത്, ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിനകത്തു നിന്നും അത് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളായിരിക്കുന്നത് സ്തോത്രം, ഇതിനകത്ത് നിന്ന് ആന്ധ്രാപ്രദേശത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്, UAE-യിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം നാം ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങും. നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഭവനത്തിനകത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാർ ആ ദേശത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, അന്യഭാഷകളിൽ നമ്മൾ ആരാധിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ദേശത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരികയും നമ്മുടെ പ്രാർത്ഥനയുടെ റലം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സ്തോത്രം, നമ്മുടെ ദേശത്തിനകത്തു നിന്നുകൊണ്ട് നമ്മളോട് പടപൊരുതിക്കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒതുക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ചില സ്പിരിറ്റുകളെ നമ്മുടെ പ്രാർത്ഥനയുടെ അധികാരത്തിനകത്തൂടെ അത് പുറത്തു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് അറിയും. സ്തോത്രം. എത്ര പേർക്ക് ഇത് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ. 16-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞുകൊണ്ട് സ്തോത്രം, തൻ്റെ ദാസന്മാരായവർ അവർ പറയുന്നത് കേട്ടോ, ഞങ്ങൾ പൗലോസിൻ്റെയും ഞങ്ങളുടെ പിന്നാലെ വന്ന ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുവാനെന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഭൂതത്തിനറിയാം കേട്ടോ. ഭൂതത്തിൻ്റെ മേൽ ഭൂതം ഓരോ കാര്യങ്ങളും പറഞ്ഞ് സ്തോത്രം നമ്മളെ പ്രകോപിപ്പിക്കുന്നതായിട്ടുമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞത്, സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തി നമ്മളെയും ഉപയോഗിക്കും. പൈശാചിക ശക്തി നമ്മളെ ഉപയോഗിക്കും. അതൊരു ചെറിയ വിഷയമല്ല. നാം അത് തിരിച്ചറിയേണ്ടവരാണ് കേട്ടോ. പല സമയങ്ങളിലും നമ്മെ ഉപയോഗിക്കും, പല രീതിയിൽ. അത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം അറിയാതെ നടക്കുന്ന ചില പ്രവൃത്തികളാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അത് റിയാലിറ്റിയിൽ അത് ഒന്നുകിൽ ദൈവത്തിൻ്റെ ഒരു പ്രസൻസിനകത്തൂടെ നടക്കുന്നതാണെന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ കരുതിയാലും ചില സമയത്ത് നമ്മളെ പിടിച്ചു മുറുക്കിക്കൊണ്ട് പോകുന്നത് പൈശാചിക ശക്തികളുമുണ്ട്. സ്തോത്രം. എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. പല സമയങ്ങളിലും നമ്മളെ തെറ്റിപ്പിക്കാൻ, നമ്മുടെ ആത്മീയതയെ പോലും തെറ്റിപ്പിച്ച് കളയാൻ വേണ്ടി കടന്നു വരുന്ന സ്പിരിറ്റുകളുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുന്നവരായി തീരണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ലക്ഷണം പറയുന്നത്. അവർ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. അവരവിടെ ദേശത്തിരുന്നു കൊണ്ട് കൈനോട്ടം നടത്തിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവരെ അതൊരു പ്രവചനം പോലെ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നതാണ് 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 കാര്യം. അപ്പം
അപ്പോസ്തലന്മാർ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആമേൻ ഇവിടെ ഇങ്ങനെ പല നാൾ ചെയ്തു വന്നെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ആമേൻ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ പല രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഇതിനകത്തിലിപ്പം 11 പേരില്ല. ഞാൻ എൻ്റെ ഒരു 3 ഡിവൈസ് ഇതിനകത്തുണ്ട്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്. ആമേൻ, വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇതിനു മുൻപ് ഏകദേശം 15 പേരൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരാരും ഇന്ന് ഇതിനകത്തിൽ കയറുന്നില്ല. അപ്പം ഞാൻ ഇന്നിങ്ങനെ രാവിലെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ആമേൻ, സ്തോത്രം. പല സമയങ്ങളിലും പ്രഭാതത്തിൽ ഞാൻ ഉപദേശങ്ങളെക്കുറിച്ചാണ് കൂടുതലും പറയപ്പെടുന്നത്. അത് പലർക്കും അത് സഹിക്കത്തില്ല, കാരണം ഇഷ്ടപ്പെടാനായിട്ട് തോന്നത്തില്ല. അതൊരു സത്യാവസ്ഥയുള്ള കാര്യമാണ്. കാരണം ഈ വന്ന കാലത്ത് ആർക്കും ഉപദേശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളെ നിലനിർത്തുന്നത് ഉപദേശത്തിൽ. കാരണം ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിനകത്ത് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്. അത് നമ്മളെപ്പോഴത് തിരിച്ചറിയുന്നത് അവിടെയാണ് നമ്മൾക്ക് മാറ്റം ഉണ്ടാകുന്നത്. ആമേൻ, സ്തോത്രം. ഞാൻ ദൈവസാന്നിധ്യത്തിനകത്തിരുന്ന് അല്ലെങ്കിൽ ദൈവം എന്നോട് ഒരിക്കലും ഞാനിത് പ്രിപ്പയർഡായിട്ടൊരു കാര്യം പറയുന്നില്ല. ദൈവം എന്നോട് എന്തെങ്കിലും അരുളപ്പാട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ആമേൻ, സ്തോത്രം. നമ്മുടെ മനസ്സിനെ ദൈവസാന്നിധ്യത്തിനകത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ആമേൻ ദൈവത്തിങ്കൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആമേൻ അത് എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലുള്ള ഒരു മേഖലയായിരിക്കും. ഇപ്പം ഞാനിവിടെ ഇരുന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് ആമേൻ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അതങ്ങ് അവസാനിച്ചു. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. നമ്മളെ എവിടെയെങ്കിലും പണിയപ്പെടേണ്ടതായിട്ടുള്ള മേഖലയുണ്ടെങ്കിൽ അവിടെ ആമേൻ, സ്തോത്രം, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ, ഹല്ലേലൂയ. മോശ ദൈവത്തോട് ചേർന്നിരുന്നത് ആദ്യത്തെ പ്രാവശ്യം മോശ ഹോരേബിലേക്ക് കയറി ചെല്ലുമ്പോൾ മോശയുടെ കരത്തിൽ ദൈവം തൻ്റെ സ്വന്തം കൈയും കൊണ്ട് ആമേൻ തീക്കകത്ത് എഴുതി കൊടുത്ത പലക താഴേക്ക് വന്നപ്പം മോശ പൊട്ടിച്ചു കളഞ്ഞു. ആമേൻ, നിഷ്പ്രയാസമാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള ആ സ്പിരിറ്റ് അവിടെ വർക്കൗട്ടായി. സ്തോത്രം. എന്നാൽ 40 ദിവസം താൻ മുകളിൽ കയറി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനം പറഞ്ഞു, നിന്റെ ത്വക്ക് തിളങ്ങുന്നു, അല്ലെങ്കിൽ തേജസ്സേറിയതാകുന്നു എന്ന് പറഞ്ഞു. വില കൊടുത്താൽ ആമേൻ ചിലത് പ്രാപിച്ച് പുറത്തു വരാനായിട്ട് കഴിയും. ആമേൻ. അപ്പോസ്തലന്മാർ ആമേൻ ആ ദേശത്ത് വന്നപ്പോൾ, അവർ പ്രാർത്ഥനാ സ്ഥലത്ത് വന്നപ്പോൾ ആമേൻ ആ സ്ത്രീയുടെ ഉള്ളിൽ കിടന്ന ചില സംഭവങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അനങ്ങാതിരുന്നെങ്കിൽ ആമേൻ, സ്തോത്രം, ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഭാഷ പറയുകയാണ്. പക്ഷേ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലുള്ള സ്പിരിറ്റിനെ തിരിച്ചറിയും, പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. എന്നാൽ ഇവിടെ ഈ സഹോദരി ആമേൻ പറയുകയാണ്, ഇവര് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ശാന്തമായിട്ടുള്ള കാര്യം. പക്ഷെ ഇത് പല നാൾ ചെയ്തു വന്നപ്പോൾ അപ്പോസ്തലന്മാർക്ക് ഇത് മനസ്സിലായി. ആമേൻ, സ്തോത്രം, ഇവളിലുള്ള ഭൂതമാണിത് സംസാരിക്കുന്നതെന്ന്. അടുത്ത നിമിഷം തന്നെയാണ് പൗലോസ് പറയുന്നത്, ആമേൻ, സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ആ ശരീരത്തിൻ്റെ മേൽ നിന്നും ആ ഭൂതം അവളെ വിട്ട് മാറിപ്പോയി. അവിടെയാണ് ആമേൻ, സ്തോത്രം, അടുത്ത ചലനമുണ്ടാകുന്നത്. ദേശത്തിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തിലേക്ക് ആമേൻ ദൈവത്തിൻ്റെ ഭക്തന്മാർ അവിടേക്ക് കടന്നു ചെന്നപ്പോൾ ആമേൻ ആ ദേശത്തിനകത്തിൽ വിടുതലുണ്ടാകാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ആമേൻ മറ്റുള്ളവർ പറയാൻ തുടങ്ങിയത്, നമ്മുടെ പട്ടണത്തെ കലക്കിക്കളഞ്ഞു. സ്തോത്രം. താഴെ എഴുതി 20ാമത്തെ വാക്യം പറയുകയാണ്, അധിപതികളുടെ മുൻപിൽ നിർത്തി യഹൂദന്മാരായ
ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. യഹൂദന്മാരായ, എന്നിട്ടാണ് അങ്ങനെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി, റോമാക്കാരായ നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇത് തന്നെയല്ലേ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇന്ന് ആമേൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആമേൻ ഹല്ലേലൂയ ഉപദേശകരമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, ആമേൻ, അല്ലെങ്കിൽ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ ആമേൻ ആർക്കും അത് വലിയായിട്ട് ഇഷ്ടപ്പെടത്തില്ല. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നാം ആമേൻ ഒരു തീരുമാനമെടുക്കണം. ആമേൻ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ ആമേൻ ഒരു മാൻഡിൽ നമ്മുടെ മേൽ കർത്താവ് പകർന്നു തന്നിട്ട് അതിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഈ പദത്തെ ഒന്ന് ഏറ്റെടുക്കാനായിട്ട് കഴിയും? യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എൻ്റെ ദേശത്തിനകത്തിൽ, എൻ്റെ കുടുംബത്തിനകത്തിൽ ഇത് സംഭവിക്കുന്നു. ആമേൻ, ഇതിനെതിരെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ വന്നിരിക്കുന്ന ദുഷ്ടാത്മസേനകളെ സകലത്തെയും ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതെൻ്റെ കുടുംബത്തിനകത്തു നിന്നോ ആമേൻ എൻ്റെ ഭവനത്തിനകത്തു നിന്നോ എൻ്റെ തലമുറയ്ക്കകത്തു നിന്നോ മാറിപ്പോകേണ്ടതിനായിട്ട് ഞാൻ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം അത് ലിറ്ററലി അത് സംഭവിച്ചിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മുടെ തീരുമാനങ്ങൾ അങ്ങനെ ഒരു മേഖലയ്ക്കകത്തിലേക്ക് കയറട്ടെ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അതുപോലെ ഒരു അഭിഷേകത്തിൻ്റെ നിറവിനകത്തിലേക്ക് നമ്മൾ ഏവരും കടന്നു വരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിക്കുവാൻ കൽപ്പിച്ചു. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവർത്തികളെ ആരംഭിച്ചപ്പോൾ ആമേൻ പിശാച് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പിശാചിന് ആമേൻ സ്തോത്രം ആ സ്ഥലത്ത് അവിടെ എഴുന്നേൽക്കാനായിട്ട് തുടങ്ങി. ഇത് തന്നെയല്ലേ നാമും നമ്മുടെ ജീവിതത്തിനകത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തിലേക്ക് കയറുമ്പോൾ പൈശാചിക ശക്തികൾ നമ്മൾക്കെതിരെ ആമേൻ പോരാടി തുടങ്ങും. അടുത്ത നിമിഷം നാം പറയും, ആമേൻ കർത്താവേ, ഇത് ഭയങ്കര പരീക്ഷണമാണല്ലോ. ആമേൻ സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയത് കൊണ്ടാണോ ഇത് സംഭവിച്ചത്? യെസ്, നീ പ്രാർത്ഥിക്കാൻ കയറിയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. കാരണം നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തി ഉണ്ടെന്നുള്ളത് ആമേൻ ഈ നിമിഷം തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ സ്തോത്രം. ഏതെങ്കിലും ഒരു പ്രതികൂലം ജീവിതത്തിനകത്തിൽ കയറി വന്ന് ആമേൻ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രതികൂലം കൂടുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞോണം, ആമേൻ സ്തോത്രം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ അതിന് നല്ലൊരു ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുക്കാൻ കഴിയും? ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, അതുകൊണ്ടാണ് പ്രതികൂലം കടന്നു വരുന്നത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അതിനെ ജയിക്കുന്നവരായി നാം തീരണം, അതിൻ്റെ മേൽ ജയമെടുക്കുന്നവരായി നാം തീരണം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് അരുളപ്പാട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അവരെ അടിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുവാനും കൽപ്പിച്ചു. സ്തോത്രം. അപ്പൊ എവിടുന്ന് എവിടെ വന്നു? ഒരു പട്ടണത്തിനകത്തിലേക്ക് ആമേൻ ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വന്ന വ്യക്തികളെ ആമേൻ ഒരു ശരീരത്തിൻ്റെ മേൽ വ്യാപരിച്ച ഒരു ദുരാത്മാവിനെ പുറത്താക്കിയപ്പോൾ കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം അവർക്ക് തടവ്, കാരാഗ്രഹമാണ് ലഭിച്ചത്. അവരുടെ ശരീരത്തിലെ അടിച്ചു ദണ്ണിപ്പിച്ചു. സ്തോത്രം. അവരെ തകർത്തു കളഞ്ഞു, അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചു. ആമേൻ സ്തോത്രം. ഇതെന്ത് പറഞ്ഞപ്പോഴാണ് ലഭിച്ചത്? സുവിശേഷം ചെയ്തപ്പോഴാണ് ലഭിച്ചത്. സുവിശേഷത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ ആമേൻ ഉയരുവാനായിട്ട് തുടങ്ങി. ആമേൻ സ്തോത്രം. എന്നാൽ അഭിഷിക്തന്മാർ രണ്ടുപേരും ആമേൻ ഹല്ലേലൂയ അവരുടെ വേല എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ, എവരിഡേ ചെയ്യുന്നത് പോലെ അത് ദീനവും ചെയ്തു പോന്നു. എവിടെയാണെന്നുള്ളൊരു പ്രശ്നമല്ല,
അയ്യോ എനിക്ക് ആമേൻ അവിടെ കയറിക്കഴിഞ്ഞാൽ ഒരു സുഖവും ഇല്ല കേട്ടോ, ഒന്നും കേൾക്കാനൊന്നും പറ്റുന്ന ഒന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. നല്ല ഒരു പ്രൊഫറ്റിക്കൽ വേടോ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ വേണ്ടെന്നേ, ദൈവസാന്നിധ്യത്തിൽ നീ ഇരിക്ക്, പ്രാർത്ഥിക്ക്. ആമേൻ, നിന്റെ വിഷയത്തിനകത്തിൽ മറുപടി ഉണ്ട്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തിനോട് ഞാൻ ആത്മാവിൽ ഈ ദൂതിനെ കൈമാറ്റം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു പാസ്റ്ററിന്റെ ആമേൻ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവ സാന്നിധ്യമാണ് പ്രശ്നം. ദൈവ സാന്നിധ്യത്തിനകത്തിൽ കയറിയിരിക്കണം. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് കയറി ചെല്ലുക. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ അകത്തും ആമേൻ അവരെന്താണോ പുറത്ത് ചെയ്തത്, അവരെന്ത് വിഷയമാണോ അവർ പുറത്ത്, പ്രാർത്ഥനയാണോ അവർ ചെയ്തത്, ആ പ്രാർത്ഥന അവർ കാരാഗ്രഹത്തിന്റെ അകത്തും ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. അവരെ അടിച്ചു, അവരെ ദണ്ഡിപ്പിച്ചു, അവരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ അകത്തിട്ടു. പക്ഷേ ആമേൻ, സ്തോത്രം, അവരുടെ പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നില്ല. എപ്പോഴാ പ്രാർത്ഥിച്ചത്? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. എന്താ ഇത്രയും കഴിഞ്ഞ നാളുകളിൽ ഒന്നും ഇല്ലാത്ത ആമേൻ ഒരു വലിയൊരു ശബ്ദം? ആമേൻ, ഹല്ലേലൂയ. എന്താ ഈ ശബ്ദം പുറത്തു വരുന്നത്? അതിന്റെ കാരണം എന്താ? കാരണം ഇതാ, ആമേൻ, കിട്ടിയ സന്തോഷത്തെ ആമേൻ അതിനെ ഉയർത്തി കാട്ടുക. എവിടെയാ? ദൈവസന്നിധിയിൽ. ആമേൻ, നിന്റെ പ്രവർത്തികൾക്ക് ഈ ദിവസങ്ങളിൽ മറുപടി കിട്ടുന്ന ആമേൻ, ഹല്ലേലൂയ, ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനകത്തിലേക്ക് കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏത് കാരാഗ്രഹത്തിനെയും പൊട്ടിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ഏത് തടവിനെയും പൊട്ടിക്കുന്ന, ആമേൻ, ഏത് പ്രതികൂലത്തെയും പൊട്ടിക്കുന്ന, ആമേൻ, സ്തോത്രം, ഏത് പ്രതിസന്ധിയെയും തകർക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നിനക്കെതിരെ എത്ര വലിയ ആമേൻ, ഹല്ലേലൂയ, പ്രതികൂലം കൊണ്ടുവന്ന് ബന്ധിക്കാൻ ശ്രമിച്ചാലും അതിനകത്തൊരു വിടുതലിന്റെ കരമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തിനോട് ഞാൻ ആത്മാവിൽ ഈ ദൂതിനെ കൈമാറ്റം ചെയ്യുന്നു. പൗലോസും ശീലാസും അർദ്ധരാത്രിക്ക് പാടി ആരാധിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ബന്ധനം ഒരു വിഷയമാണോ? ബന്ധനം വിഷയമല്ല. ആഭിചാരം ഒരു വിഷയമാണോ? അല്ല. പ്രതികൂലം ഒരു വിഷയമാണോ? അല്ല. പിന്നെന്താ വിഷയം? ആമേൻ, നിന്റെ പ്രാർത്ഥനയാണ് വിഷയം. എല്ലാവർക്കും നിന്റെ പ്രാർത്ഥന ഉയർന്നു കഴിഞ്ഞാൽ ആമേൻ ചിലതൊക്കെ സംഭവിക്കുമെന്നുള്ളത് ആമേൻ ആർക്കറിയാം? ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ അവിടെ ചലിക്കാൻ തുടങ്ങും, അവൻ അവിടെ ഇളകാൻ തുടങ്ങും. നിന്റെ ദേശത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദേശത്തിന്റെ ശക്തികളെ പിടിച്ചടക്കുവാനുള്ള ആമേൻ ആത്മീകമായ ഒരു തലം ഇന്ന് പ്രഭാതത്തിൽ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അസാധാരണമായത് വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ, നിന്റെ ചങ്ങലകൾ അഴിയപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങളാൽ ആമേൻ നിനക്ക് നടക്കാൻ കഴിയാതെ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്റെ നാവിനെയാണ് കെട്ടിയിരിക്കുന്നത്. നിന്റെ നാവിനെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ ഇന്ന് പ്രഭാതത്തിൽ അഴിച്ചു പ്രാർത്ഥിക്ക്. ചില ദൈവപ്രവർത്തികൾ ആ ദേശത്ത് സംഭവിക്കുന്നു എന്ന് പരിശുദ്ധ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഈ ദൂതിനെ ഞാൻ കൈമാറ്റം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ചില ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ദേശത്തിനകത്ത് സംഭവിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തിലും അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ആരംഭം കുറിക്കുമെന്ന് ഉടമന ഹദർശമനഘടകസിയന്തന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അത് സംഭവിക്കുന്നല്ലോ, അത് സംഭവിക്കുന്നല്ലോ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആമേൻ ചില കുടുംബങ്ങൾക്കകത്തിലേക്ക് ശക്തമായിട്ട് വ്യാപരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടുകയാണ്. ചില ആമേൻ ദൈവമക്കളുടെ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ചലിക്കപ്പെടുകയാണ്. റിഖമനഘടകതുനി അതൻപരവരഘടം ഭേദഘടകതുനി വർദ്ധവൈതൽക്കമനഘടകസിയന്തന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, ആ ദൈവശക്തി ഇറങ്ങട്ടെ. ദൈവശക്തി ഇറങ്ങിയാൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. അപ്പോൾ പൗലോസ്
നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഞങ്ങളെല്ലാവരും ആമേൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ. എന്താ കാര്യം? ആമേൻ, കാരാഗ്രഹ പ്രമാണി ഉണർന്നു. പാട്ട് പാടിയപ്പോൾ ചങ്ങല അഴിഞ്ഞു. ആമേൻ, ഭൂകമ്പമുണ്ടായി. പക്ഷെ കാരാഗ്രഹ പ്രമാണി ഉണർന്നത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി അതിൽ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് താൻ അടച്ച വാതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച ഡോറിനെ ഈ കാരാഗ്രഹ പ്രമാണി അടച്ച് സീല് വെച്ചതാ. സീല് വെച്ച് അകത്ത് കിടക്കുന്ന ആമത്തിൽ കിടക്കുന്ന രണ്ടുപേരും രക്ഷപ്പെടരുതെന്നും പറഞ്ഞാണ് അകത്ത് സീല് വെച്ചിരിച്ച് അവര് ആ ഡോറിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആമേൻ, അകത്ത് കിടന്ന് ചങ്ങലയ്ക്കകത്ത് കിടന്നവരും ആമത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നവരുടെ നാവിനെ ആർക്കും ബന്ധിക്കാൻ പറ്റിയില്ലല്ലോ. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ, സ്തോത്രം, ആരും താക്കോലുമായിട്ടൊന്നും അവിടെ വന്നില്ല, ദൂതൻ ഇറങ്ങിയതുമില്ല. പക്ഷെ ദൈവത്തിന് ചെയ്യാൻ ഒരൊറ്റ പ്രവൃത്തിയുള്ളായിരുന്നു. വെറൈറ്റിയാ ചില സമയത്ത് ചെയ്യുന്ന ഒരൊറ്റ ഭൂകമ്പമാണ്. ആമേൻ, സ്തോത്രം. പിടിച്ച് കുലുക്കി കളഞ്ഞു. പിടിച്ച് കുലുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്തൊരു ശക്തിയുള്ള കുലുക്കമായിരിക്കും അവിടെ സംഭവിച്ചത്. ഒരു പ്രാർത്ഥനയ്ക്കകത്ത് നടന്ന വിഷയമാണെന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആമേൻ, യഥാർത്ഥത്തിൽ ദൈവം നിന്റെ വീട്ടിനകത്ത് ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുന്നത്? ഓഹ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇതൊക്കെ പബ്ലിക്കിനകത്തിൽ പറഞ്ഞാലുണ്ടല്ലോ കത്തുനിന്ന് ജനം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, ആമേൻ, സ്തോത്രം. കാരാഗ്രഹ പ്രമാണി ഇത് കണ്ടിട്ടുണ്ടല്ലോ. ചങ്ങലക്കാർ ഓടിപ്പോയെന്ന് ആമേൻ അങ്ങനെ അവൻ വിശ്വസിച്ചു. ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് അവൻ ഊഹിച്ചു. അവൻ്റെ കണ്ണുപോലും അടഞ്ഞുപോയി. അവനൊന്ന് കാണാൻ കഴിഞ്ഞില്ലെന്നേ. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, 2000 പരം വർഷങ്ങൾക്ക് മുന്നമേ കാൽവറിയുടെ കുലക്കളത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചവൻ ആമേൻ കല്ലറയ്ക്കകത്തിലേക്ക് പോയപ്പോൾ പുറത്തു വെച്ച് സീല് വെച്ച ഒരു കല്ലുണ്ടായിരുന്നു. അതിൻ്റെ മുൻപിൽ 2 പടയാളികളും. പക്ഷെ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ സീല് പൊട്ടി. ആമേൻ, കല്ല് മാറി. അകത്ത് കിടന്ന മരണത്തെ എഴുന്നേൽപ്പിച്ചു. അകത്ത് കിടന്നവൻ ആമേൻ മരിച്ചവനായിരുന്നു. പക്ഷെ മരിച്ച ശരീരത്തെ എഴുന്നേൽപ്പിച്ചു. ആമേൻ. അപ്പോൾ സംഭവിച്ചത് മുഴുവനും ആമേൻ ദേശത്ത് ആമേൻ, ഹല്ലേലൂയ, മരണത്തിലെ അറിഞ്ഞു. മരണം സംഭവിച്ചപ്പോൾ അറിഞ്ഞു. യെരൂശലേം ദേവാലയത്തിൻ്റെ ആമേൻ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവാത്മാവിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ദൂതറിയിപ്പിക്കുന്നു. ആമേൻ, പൗലോസേ, ശീലാസേ, നിങ്ങളുടെ പ്രാർത്ഥന ആമേൻ ഒരു ഭൂകമ്പത്തെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആമേൻ ജീവിച്ചിരുന്നവനല്ല പൗലോസ്. ജീവിച്ചിരുന്നിട്ടുണ്ട്, പക്ഷെ യേശുവിനെ കുറിച്ച് മറ്റൊന്നും തന്നെ അറിയത്തില്ല. യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എതിർത്തവനാണ്. ആമേൻ. 9-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് തന്നെ പിടിച്ചു ദൈവം ആമേൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഉറച്ച നിലപാടോടുകൂടി നിന്നു. ഞാനിന്ന് പ്രഭാതത്തിൽ ഒരൊറ്റ ദൂതാ പറയുന്നത്, ആമേൻ, ഉറച്ച നിലപാടോട് നിൽക്കണം, പൂർണ്ണ ബലത്തോട് നിൽക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതികൂലം വന്നാലും അതിനെ ജയിക്കുവാനുള്ള കരുത്ത് പ്രാർത്ഥനയിലൂടെ നേടുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് ചിലത് ആമേൻ ദൈവ സാന്നിധ്യം തിരിച്ചറിയട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തിലേക്ക് കയറുവാൻ കഴിയട്ടെ. ആമേൻ. തുടക്കം എന്തായിരുന്നു? ഒരു സഹോദരിയുടെ ശരീരത്തിൻ്റെ മേൽ നിന്നും പ്രാർത്ഥനയുടെ അധികാരത്തിൽ ആ ശരീരത്തിൽ നിന്നും ഭൂതത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കി. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല.
ആമേൻ. സ്തോത്രം. റോമാക്കാർ അവനെ പിടിച്ചു, അവനെ അടിച്ചു, ചങ്ങലക്കിട്ടു, അവനെ പൂട്ടി, അവൻ തടങ്കലിനകത്തിട്ടു. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവൻ പുറത്തു വന്നു. അവൻ പുറത്തു വരുമ്പോൾ ആമേൻ സ്തോത്രം, അടുത്ത സംഭവം നടന്നത് മറ്റൊന്നുമല്ല, ആമേൻ കാവൽക്കാരനായി നിന്നവനെ ദൈവം സ്പർശിച്ചു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് ആമേൻ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് പല വ്യക്തികളിലേക്ക് ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെ വ്യാപരിപ്പിക്കുവാൻ കഴിയട്ടെ. അതിനുള്ള മഹത്വം ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അവൻ എന്നെ കേട്ടുകൊണ്ടിരുന്ന, ഈ വചനം ശ്രമിച്ചു കൊണ്ടിരുന്ന ഓരോ വ്യക്തിയുടെ മേലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൻ്റെ അത്ഭുതകരമായ കരം ചലിക്കപ്പെടട്ടെ. 31-ാമത്തെ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കല്ലറകളെ ഭേദിക്കുന്ന, ആമേൻ തടങ്കൽ പാളയങ്ങളെ ഭേദിക്കുന്ന ഒരഭിഷേകം എനിക്ക് വേണം. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ പ്രാർത്ഥനയിലൂടെ അത് നേടുവാൻ ആമേൻ ഹല്ലേലൂയ ഹൃദയമൊരുക്കമുള്ളവർ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മേലൊന്ന് ഒഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞാട്ടെ. കർത്താവേ, അങ്ങനെ ഒരു അഭിഷേകം എനിക്ക് വേണം. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിനകത്ത് ലഭിച്ച അഭിഷേകം, ആമേൻ സ്തോത്രം, അതേ നിറവ് എൻ്റെ ജീവിതത്തിനകത്തിലും വേണമെന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്ന സകല ജനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ചലിക്കപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അപ്രകാരം ചെയ്ത കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.